ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ 2 മാസം മുമ്പ് ഞാൻ ഗ്രോ ബാഗിൽ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാന്തി നോക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു ആ ഇലകളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാവുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ നോയമ്പൊക്കെ ആയിരുന്നത് കൊണ്ട് 1 മാസത്തോളം വളമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. അധികം വലുതൊന്നും അല്ല. എന്തായാലും ഇത് മാന്തിയത് കൊണ്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വലിയൊരു കിഴങ്ങുണ്ട് കേട്ടോ. സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിൽ നട്ടാലും ആകും കേട്ടോ. ചെറിയ ഗ്രോ ബാഗിൽ നട്ടാലും നമുക്ക് കിഴങ്ങ് കിട്ടും. ഇത് കണ്ടില്ലേ, അത്യാവശ്യം വലുതാണ് കേട്ടോ. അന്നടാ എനിക്ക് കുറച്ച് ചെറുത് കൂടിപ്പോയി, കണ്ടില്ലേ. ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ കായാവുന്നതാണ്. ഇത് കണ്ടില്ലേ. അച്ചടാ, എനിക്ക് കുറച്ച് ധൃതി കൂടിപ്പോയി. കുറച്ചും കൂടി വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതെല്ലാം വലിയ കിഴങ്ങായി കിട്ടിയാനേ. കിഴങ്ങ് ഉണ്ടായി തുടങ്ങുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ചയും കൂടി വെയിറ്റ് ചെയ്തെങ്കിൽ എനിക്കിത് മൊത്തം കായായിട്ട് കിട്ടിയാനേ. അപ്പോൾ എന്തായാലും ഞാൻ 2 ഗ്രോ ബാഗിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ 2 എണ്ണം ഞാൻ ഇത് നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അടുത്തത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. 2 ആഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളവെടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ വള്ളികളൊക്കെ വെറുതെ മണ്ണ് കൂട്ടി വെച്ചിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ വളമൊന്നുമില്ല, മണ്ണിന് മാത്രമേ ഞാനത് നട്ടിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഒരു ഗ്രോ ബാഗിൽ കൂടി വിളവെടുക്കാനുണ്ട്. അത് ഞാൻ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. ഇതാണത്. പിന്നെ ഞാൻ ഇതിലും അതിൽ നിന്നും ഓരോ വള്ളികൾ വീതം മാറ്റി നട്ടിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരാഴ്ചയായിട്ടുള്ളൂ നട്ടിട്ട്. അത് രണ്ടും പിടിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും കിഴങ്ങ് ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ ഒരു വള്ളി നമുക്ക് കിട്ടിയാൽ മതി. പിന്നെ ധാരാളമായിട്ട് കൃഷി ചെയ്യാം. വളർന്നു വരുന്നതിനനുസരിച്ച് ഒടിച്ച് മാറ്റി കുത്തിവെച്ചാൽ ഇതുപോലെ ഓരോ ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലൊക്കെ ആണെങ്കിലും നമുക്ക് നടാം. ഇതുപോലെ തന്നെ വിളവ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ കിട്ടിയാനേ. അപ്പോൾ ഞാൻ അത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ കിഴങ്ങൊന്നും കഴിക്കില്ല. പക്ഷെ ഇക്കയ്ക്കും പിള്ളേർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ളതായിട്ട് ഉണ്ട്. നല്ല നാടനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്